കെഎസ്ആർടിസിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം റെക്കോർഡ് വരുമാനം നേടിയ കോർപ്പറേഷനിൽ ഷെഡ്യൂൾ റദ്ദാക്കലിന്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. നിത്യവരുമാനം 7 കോടിയെ നിലനിർത്താനാണ് ശ്രമം. അങ്ങനെ ഉണ്ടായാൽ കെഎസ്ആർടിസിയിൽ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമെന്നും MD രാജമാണിക്യം ന്യൂസ് 18നോട് പറഞ്ഞു. തിങ്കളാഴ്ച 7,33,00,000 രൂപയെന്ന റെക്കോർഡ് കളക്ഷൻ നേടിയ കെഎസ്ആർടിസിയിൽ അടുത്ത ദിവസം അത് 6,59,00,000 കുറഞ്ഞെങ്കിലും അടുത്ത കാലത്തുണ്ടായ വരുമാന വർധനവ് ശുഭസൂചനയായാണ് മാനേജ്മെന്റ് കണക്കാക്കുന്നത്. തിങ്കളാഴ്ച 33 ലക്ഷം പേരാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ യാത്ര ചെയ്തത്. മുൻപ് ദിവസം 6 കോടി രൂപ വരുമാനം അപൂർവമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും ഏറെ മുന്നോട്ട് പോകാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ബസ്സുകൾ നിർത്തിലിറക്കുന്നതും ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കൽ കുറച്ചതുമൊക്കെ വരുമാന വർധനവിന് കാരണമാണ്. പ്രതിദിന വരുമാനം 7 കോടിയായി നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് KSRTC MD രാജമാണിക്യം പറഞ്ഞു. 7 കോടി കിട്ടിയാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ഈവനിലേക്ക് അറ്റ്ലീസ്റ്റ് എത്തിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഉറപ്പായിട്ട് അതിൽ സർക്കാരുടെ സഹായം വേണ്ടി വരും. ബിക്കോസ് നമ്മൾ ആൾറെഡി കടമുണ്ട്, അതിനുള്ള പലിശകളുണ്ട്. അതൊക്കെ സർക്കാരുടെ സഹായം കൂടി നമുക്ക് വേണ്ടി വരും. പെൻഷൻ ബാധ്യതയുടെ കാര്യത്തിലടക്കം സർക്കാർ സഹായം കോർപ്പറേഷന് കൂടിയേ കഴിയൂ. സാമൂഹിക പ്രതിബദ്ധതയിലൂന്നി സർവീസുകൾ നടത്തേണ്ടതുള്ളതുകൊണ്ട് പൂർണ്ണമായും ലാഭം മാത്രം ലക്ഷ്യം വയ്ക്കാനാകില്ല. കാർഡ് സംവിധാനം വിജയകരമാണെന്നും സ്മാർട്ട് കാർഡുകളിലേക്ക് മാറുന്നതോടെ കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നും MD വ്യക്തമാക്കി. കാർഡ് സംവിധാനം ആക്ച്വലി നല്ല വിജയമായിരുന്നു, ഇപ്പോഴും വിജയമാണ്. എന്ന് വെച്ചാൽ ഏകദേശം ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ 3000 കാർഡാണ് അടിച്ചത്. ഇപ്പോൾ മോർ ദാൻ 15,000 കാർഡ്സ് ഉണ്ട് ഇതിൽ. കാർഡ് ആക്ച്വലി നല്ല കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 10,000-ന് കൂടുതൽ കാർഡുകളുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ ഏകദേശം 3000 കാർഡേ ഉണ്ടായിരുന്നുള്ളൂ. 10,000-ന് കൂടുതൽ ഇപ്പോൾ കാർഡുകളുണ്ട്. KSRTC ഒരു മോശം സ്ഥാപനമല്ല. ഭൂരിഭാഗം തൊഴിലാളികളും ആത്മാർത്ഥതയോടെയാണ് ജോലി ചെയ്യുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പലപ്പോഴും കോർപ്പറേഷനെ മോശമായി ചിത്രീകരിക്കുന്നതെന്നും രാജമാണിക്യം പറയുന്നു. അതേസമയം KSRTCയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സുശീൽ ഖന്ന അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുമോ എന്ന ആശങ്ക കാരണം കൂടുതൽ ഷെഡ്യൂളുകൾ നടത്താൻ യൂണിയനുകളടക്കം മുന്നിട്ട് നിൽക്കുന്നതും വരുമാന വർധനവിന് കാരണമായി പറയപ്പെടുന്നു. പ്രദീപ് സി നിർമ്മൺ, ന്യൂസ് 18, തിരുവനന്തപുരം.